വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങളിത് സന്ധ്യ ഇപ്പോഴാണ് ഇറങ്ങിയിരിക്കണത്. ദേ ഗായത്രി എത്തിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി പോണത് ഭജനിക്കാണ് കേട്ടോ. ദേ ബാബു ചേട്ടൻ്റെ വീട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സിന്ധു ചേച്ചിനെയും കൂടി വിളിക്കാം. ബാബു ചേട്ടൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞു. അങ്ങനെ ദേ സിന്ധു ചേച്ചിയും ഒക്കെ കൂടിയിട്ടുണ്ട്. അങ്ങനെ ദേ ഞങ്ങൾ ഓരോ വീട്ടിൽ നിന്ന് ഓരോരുത്തരെയൊക്കെ വിളിച്ച് ഞങ്ങളെല്ലാവരും കൂടി ഭജനയ്ക്കാണ് പോണത് കേട്ടോ. ഇന്നത്തെ ഭജന നമ്മുടെ അവിടുത്തെ നന്ദിനി ചേച്ചിയുടെ വീട്ടിലാണ്. അപ്പം ഞങ്ങൾ ഇന്ന് നടന്നു പോകാമെന്ന് വെച്ചു. ഞങ്ങളെല്ലാം ഇപ്പോഴും വണ്ടിക്കാണ് പോകാറ് കേട്ടോ. ഇന്ന് ഞങ്ങൾ ദേ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരുമായിട്ട് നടന്നു പോകാമെന്ന് വെച്ചു. അപ്പം ഞങ്ങൾ ദേ വീട്ടിലെത്തിയിട്ടുണ്ട്. അതെ, 3 മണിക്ക് രാമായണം, അത് കഴിഞ്ഞ് ഭജന. വേറെ ആരുമില്ലേ? ഒറ്റയ്ക്കുള്ളൂ? ഇന്ന് അടുത്ത് തന്നെയായി, കാരണം ഞങ്ങൾ തന്നെ ഫസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ രാമായണം നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാമായണ പാരായണം 3 മണിക്കാണ് കേട്ടോ. 3 മണി തൊട്ട് 5 മണി വരെ രാമായണ പാരായണമായിരുന്നു. അത് കഴിഞ്ഞ് 7 മണി തൊട്ട് 8 മണി വരെ ഭജന വേണം. അപ്പോൾ രാമായണ പാരായണമൊക്കെ കഴിഞ്ഞ് ദേ കുറച്ച് പേര് അവിടെ ഇരിക്കുന്നുണ്ട്. ഭജനയ്ക്കുള്ളവർ എത്തിയിട്ടില്ല, ഞങ്ങൾ തന്നെ ഫസ്റ്റ് എത്തി. അപ്പോൾ ദേ ഭജനയ്ക്കുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. അപ്പോൾ പൂജയ്ക്ക് വേണ്ടി ദേ പൂക്കളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് നന്ദിനി ചേച്ചി. അപ്പോൾ ഇനി ഭജന തുടങ്ങാമല്ലേ നമുക്ക്. നിന്നിലായി സ്പന്ദമാകണം നിന്നിലായി ഓം ശ്രീരാമായ നമഃ ശ്രീരാമായ നമഃ ഓം ശ്രീരാമായ നമഃ. ആൾക്കാരൊക്കെ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ ഇതേ ഞങ്ങൾ തുടങ്ങി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ദൈവദശകം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇതേ ശ്രീരാമാഷ്ടോത്രിയാണ്. അത് കഴിഞ്ഞ് കുറച്ച് രാമായണ പാരായണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഭജനയുടെ പാട്ടുകളൊക്കെ ചെല്ലണത് കേട്ടോ. അപ്പോൾ അതേ ഇപ്പം ഞങ്ങൾ ശ്രീരാമാഷ്ടോത്രി ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് രാമായണ പാരായണം, കുറച്ച് രാമായണമൊക്കെ വായിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഭജന സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അങ്ങനെ ശ്രീരാമാഷ്ടോത്രിയൊക്കെ കഴിഞ്ഞതേ ഞങ്ങളെല്ലാവരും രാമായണ പാരായണത്തിനാണ്. രാമായണം നമ്മുടെ ഫോണിൽ കിട്ടണത് ഞങ്ങളൊരു ലിങ്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിലിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ആ ഫോണിൽ കൂടെ രാമായണം വായിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ രാമായണം ഇല്ലാത്തവർക്കും ഞങ്ങളിങ്ങനെ ഫോണിൽ നോക്കിയിട്ടാണ് രാമായണം വായിക്കുക. ഓരോ പ്രാവശ്യം ഓരോ ദിവസം കുറേശ്ശെ വായിക്കും കേട്ടോ. നിർമ്മലം ശംഖചക്രകുലിമത്സാംഗിതം മന്മനോനികേതനം കൽമഷവിനാശനം ജഗതായതും ഭവാൻ ജഗതാമാദിഭൂതനായതും ഭവാനല്ലോ സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ നിർവികാരൻ സത്വാദിഗുണത്രയം ശക്തിയുക്തൻ സത്വങ്ങളിൽ വാഴും ജീവാ. ഞാൻ രാമായണം ആദ്യമായിട്ടാണ് വായിക്കണേ. ഞാൻ ഇപ്പോൾ ഇങ്ങനെ കൂട്ടത്തോട് ഇരിക്കുമ്പോഴാണ് നമുക്ക് രാമായണമൊക്കെ വായിക്കാൻ പറ്റണം. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇതൊന്നും നോക്കാറില്ല കേട്ടോ. നമ്മൾ നാമം ചെല്ലുന്നല്ലാണ്ട് രാമായണമൊന്നും വായിക്കാറില്ല. അപ്പോൾ ഇപ്പോഴാണ് ഈ കർക്കിടക മാസത്തിലാണ് ഞങ്ങൾ രാമായണം ഒക്കെ വായിക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അതൊരു വലിയ അനുഗ്രഹമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ കൂട്ടായ്മയുള്ള കാരണം മാത്രമാണ് അതൊക്കെ നടന്നത്, അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് വായിക്കലില്ല. അപ്പോൾ ഇങ്ങനെ രാമായണ പാരായണമൊക്കെ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്കും അതൊരു നല്ലൊരു കാര്യമാണല്ലോ. കുട്ടികളും രാമായണം, നമ്മുടെ എന്താ പറയുക, ന്യൂക്ലിയർ ഫാമിലിയിലൊന്നും കുട്ടികൾ രാമായണ പാരായണമൊന്നും കേൾക്കണില്ല. അമ്മൂമ്മയും അപ്പൂപ്പനൊക്കെ ഉള്ള സ്ഥലത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ വായിക്കും, അല്ലാത്തവരൊന്നും രാമായണമൊന്നും കേൾക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും അതൊരു വലിയ നല്ലൊരു അനുഭവം തന്നെയാണ്. പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.
കുട്ടികൾക്കൊക്കെ പുതിയ പുതിയ നാമങ്ങൾ പഠിക്കാനും ഭജന ചെല്ലാനും പിന്നെ അതേ ആൾക്കാരൊക്കെ ആയിട്ട് ഇടപഴകാനും ഒക്കെ ഉള്ള ഒരു അവസരമാണ് ഉണ്ടോ. അപ്പോൾ അതേ ഇന്നത്തെ ഭജനയൊക്കെ അവസാനിച്ച് ഇതേ പൂജയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പ്രസാദമൊക്കെ കഴിക്കാം. പ്രസാദമായിട്ട് ഇന്ന് കിട്ടിയത് നമുക്ക് പേടയും പിന്നെ ജിലേബി, ലഡു, അവില്, മലര് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിക്കാട്ടോ. ജിലേബി മാത്രം മതിയോ? അങ്ങനെ പ്രസാദമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ദേ അടുത്ത ഭക്ഷണത്തിന് സമയമായിട്ടുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ വെള്ളയപ്പവും കൊള്ളിസ്റ്റും ഉരുളക്കിഴങ്ങ് കറിയും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും ദേ വയറ് നിറച്ച് ഉരുളക്കിഴങ്ങ് കറിയും കൊള്ളിസ്റ്റും വെള്ളയപ്പവും ഒക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വയറൊക്കെ നിറഞ്ഞ് ദേ ഞങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാം അല്ലേ. സമയം ഇപ്പോൾ ഒരു 8:30 ആയിട്ടുണ്ട്. ഞങ്ങൾ ഞങ്ങൾ സാധാരണ വണ്ടിയുമാണ് പോവാറ്. ഇപ്പതേ പിള്ളേരൊക്കെ ഉള്ള കാരണം ഞങ്ങളത് നടന്നു പോകാന്ന് വെച്ചു. അതും അടുത്ത് തന്നെയായ കാരണം ഞങ്ങൾ നടന്ന് പോകാന്ന് വെച്ചു. അപ്പോൾ അതേ ഗായത്രിയുടെ വീട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഗായത്രി പോവാണ്. ഇനി ഞങ്ങൾ മുമ്പോട്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ദേ അവള് പറയും 9 മണിയായി എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഗായത്രിക്കും ടാറ്റ കൊടുത്ത് ഞങ്ങൾ ദേ വീട്ടിലെത്തിയിട്ടുണ്ട്. ടാറ്റാ. ഇനി ഞാൻ അടുത്ത വീട്ടിലേക്ക് പോട്ടെ. ബൈ. എന്തിട്ടാ ഇതെന്തിനാത്? പോടി, നീ തന്നെ എടുത്തോ. ടാറ്റാ. പൊറോട്ടയോ? അവിടെ വെള്ളയപ്പം കൊള്ളിസ്റ്റു അമ്മ കഴിച്ചില്ലേ? ആ മീനാക്ഷി വാ പോവാ.